ഈ അടുത്ത ദിവസം ഒരു സാധു പെൺകുട്ടി വന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ട്. ഒരു കുടുംബത്തിന്റെ കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോ പറഞ്ഞു, ഉസ്താദിനറിയോ, ഞാനൊന്ന് കോഴിക്കോട് ബീച്ച് കണ്ടിട്ട് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. 4ാം ക്ലാസ് പഠിക്കുമ്പോ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയതാ. അവസാനം 10ാം ക്ലാസ്സിലെത്തുമ്പോ പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു, പ്രായം കുറെ ആയി, കുട്ടികളൊപ്പരം പോയി ബീച്ചിൽ നിന്നൊക്കെ കളിച്ചാ മോശാവും, എനിക്ക് എന്റെ പിയാപ്പിളന്റെ ഒപ്പരം പോവാ. കല്യാണമൊക്കെ കഴിഞ്ഞാൽ എന്നെ പിയാപ്പിള കൊണ്ടുപോകും. കുടുംബത്തിനെയും കൂട്ടി ഒന്ന് ഇടവണ്ണ അങ്ങാടിയിലേക്ക് ഇറങ്ങി അപ്പൊ പൊരിക്കുന്ന, അല്ലെങ്കിൽ ആ സമയത്ത് ലൈവായിട്ട് പൊരിച്ചു കിട്ടുന്ന ഒരു പഴംപൊരി ഒരു ചായയും വാങ്ങിക്കൊടുത്ത വലിയ മോഹ, വലിയൊരു സന്തോഷ. ഭർത്താവിന്റെ കൂടെ ഒരു മേശന്റെ അരികിലിരുന്ന് ഒരു ചായയൊക്കെ കുടിക്കുന്നത് സ്വപ്നമായിട്ട് കാണുന്ന ഭാര്യയാണോന്നറിയാൻ വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ മതി. ചെറിയ ചെറിയ സ്വപ്നങ്ങളെ ഉണ്ടാവൂ, വലിയ വലിയ സ്വപ്നങ്ങളില്ല. സിംഗപ്പൂർ പോണം, മലേഷ്യ പോണം, വാട്ടർഫാൾസ് കളിക്കണം, ഇതൊന്നുമില്ല. ദുനിയാവില് മക്കളെപ്പരവും കുടുംബത്തിന്റെ ഒപ്പരവും അടുക്കളന്റെ 4 ചുമരിന്റെ ഉള്ളിൽ നേരം 9:45 4:45 അലാറം വെച്ച് എഴുന്നേറ്റ് മൂത്തോക്കുള്ളത് അല്ലെങ്കിൽ ഇളയോക്കുള്ളത്, മൂത്തോനുള്ളത്, പിന്നീട് ഭർത്താവിനുള്ളത്, അവരൊന്ന് വീട്ടിൽ നിറങ്ങുമ്പോഴേക്കും പിന്നീട് അലക്കാനുള്ളത്, അലക്കിത്തീരുമ്പോഴേക്ക് ഉച്ചക്കത്തെ ചോറിനുള്ളത്, രാത്രി മക്കളൊപ്പര 1/2 മണിക്കൂർ വായനക്കിരിക്കല്, രാത്രി തിന്ന പ്ലേറ്റുകളൊക്കെ കെട്ടി അല്ലെങ്കിൽ ഒന്ന് കഴുകി തിരിച്ചു റൂമിലേക്ക് വരുമ്പോ ആ സ്വപ്നങ്ങൾക്കിടയിൽ ചേർന്ന് നിന്ന് ഒരു സമാധാനം കൊടുക്കാൻ നമ്മളെ ഉള്ളൂ. മറ്റൊരാളെയും അവളത് ആഗ്രഹിക്കുന്നില്ല, മറ്റൊരാളും അത് കൊടുക്കുന്നതും അവർക്ക് ഇഷ്ടമല്ല.